ഇതാണ് ചോക്ലേറ്റ് പ്ലം കേക്ക്. ചോക്ലേറ്റ് പ്ലം നല്ല ടേസ്റ്റാണ് സംഭവം. പൂണിന് കെട്ടിയിട്ടുള്ളത്. ഇനി വരാതെ ഞാൻ പറയണ എഴുതിയെടുത്തോ, അവിടെ മെസ്സേജ് അയച്ചിട്ടിരിക്കുക. എഴുതിയോ? നമ്മുടെ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ സാധാ പ്ലമിനേക്കാളും ടേസ്റ്റ് ആയിരുന്നു ചോക്ലേറ്റ് പ്ലമിനെ. നല്ല ടേസ്റ്റാണ്. അതിന് നമുക്ക് ഓർഡർ കിട്ടും കേട്ടോ. കാരണം അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ ഓർഡർ തരും. കാരണം കുട്ടികൾക്ക് ചോക്ലേറ്റില്ല ഇഷ്ടപ്പെടാൻ. നല്ല പുറത്ത് അങ്ങനെ കടകളിൽ അധികം ഇല്ലല്ലോ ചോക്ലേറ്റ് പ്ലം. അപ്പോൾ എഴുതിയെടുത്ത് മൈദ 1.25 കപ്പ്, ഡാർക്ക് കൊക്കോ പൗഡർ 1/4 കപ്പ്, എഴുതിയോ? ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, എഴുതിയോ? എഴുതിയാലോ? ഷുഗർ 1 കപ്പ്, ഷുഗർ പൗഡർ ആണെങ്കിൽ 1 കപ്പ്, ഷുഗർ ക്രിസ്റ്റൽ ഷുഗർ ആണെങ്കിൽ 1/2 കപ്പ് കേട്ടോ. കാരണം നമ്മൾ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്ര ഷുഗർ എടുത്തത്? എത്ര എടുത്തത്? വേഗം മനസ്സ് നോക്ക്. എത്ര എടുത്തത് പറ. അര. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ 1 കപ്പ് എടുക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മറ്റേ കൊക്കോ പൗഡർ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കയ്പ് ടേസ്റ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ കുറച്ച് മധുരം നമ്മൾ കൂട്ടിയിടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി 1 കപ്പ് 1 കപ്പ് തന്നെ വേണം എന്നില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കട്ടെ. 3/4 കപ്പ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് മധുരം വേണ്ട. ഇന്നലത്തെ നമ്മുടെ 1 കപ്പിൻ്റെ ആ കപ്പിൽ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മധുരം നല്ല കറക്റ്റാണ്. അധികം മധുരവും ഇല്ല, എന്നാൽ ഒരുപാട് മധുരം കുറവുമില്ല. കറക്റ്റ് മധുരം. എഴുതിയോ? കൊക്കോ പൗഡർ എഴുതിയോ? സോൾട്ട് അടപ്പ് എഴുതി. വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ, എഗ്ഗ് 2, ബട്ടർ 1/4 കപ്പ്, ത്രീ ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതിനകത്ത് ഓയിലും ബട്ടറും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത് നമ്മളിപ്പം? ഓയിൽ 1/4 കപ്പ്, അല്ല സോറി, ബട്ടർ 1/4 കപ്പ്, ഓയിൽ പറയുന്നുണ്ടോ? പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ. പിന്നെ നമ്മുടെ പട്ട ഗ്രാമ്പൂ പൊടിച്ചത് രണ്ടും കൂടി 1/4 ടീസ്പൂൺ വീതം, 1/2 ടീസ്പൂൺ ഒന്നിച്ചാകുമ്പോൾ 1/2 ടീസ്പൂൺ. എഴുതിയല്ലോ? എല്ലാവരും എഴുതിയോ? ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സാധാരണ മാതിരി ആ 1 കപ്പ് തന്നെ ഇടും. ഒന്നുകൂടി പറയണോ? മൈദ 1.25 കപ്പ്, കൊക്കോ പൗഡർ 1/4 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബട്ടർ 1/4 കപ്പ്, ഓയിൽ 3 ടേബിൾ സ്പൂൺ, പിന്നെ ഈ 1 കപ്പ് ഷുഗർ പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്യാരമൽ സിറപ്പ് ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 കപ്പ് ഇടുക ഷുഗർ പൗഡർ. ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാരമൽ സിറപ്പ് നമ്മളിപ്പോൾ 1/2 കപ്പ് ക്യാരമൽ സിറപ്പ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ 1/2 കപ്പ് ഷുഗർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. ഈ 2 വിധത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ക്യാരമൽ സിറപ്പ് ആഡ് ചെയ്യാം, എന്നിട്ട് 1/2 കപ്പ് ഷുഗറും ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. 2 മെത്തേഡിലും ചെയ്യാം. വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ, എഗ്ഗ് 2, ഡ്രൈ ഫ്രൂട്ട്സ് 1 കപ്പ്,
എഴുതിയോ? എഴുതിയോ? എഴുതിയോന്ന് വെച്ചിട്ട് ആരും മിണ്ടുന്നില്ല. ഇരിക്കാൻ പാടില്ലേ? ഇരിക്കായിരുന്നു, പക്ഷേ അപ്പം തന്നെ പിന്നെ എഴുന്നേക്കണ്ടേ നോക്കില്ല. കാല് നല്ല വേദനയുണ്ട്. സാധനം കൂടി എടുക്കാൻ മറന്നുകൂടെ പോകണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. 1/2 കപ്പ് ബട്ടർ, ഇതിപ്പോൾ ഞാൻ ഷുഗർ പൗഡർ അല്ല, അത് കാരണം 1/4 കപ്പ് എടുക്കുന്നുള്ളൂ. ക്രിസ്റ്റൽ ഷുഗറാണ്. ഞാൻ ഇതിനകത്ത് ക്യാരമലും കൂടി ആഡ് ചെയ്യണമുണ്ട്. തുടങ്ങിയിട്ട് ഒരുപാട് നേരമായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ക്യാരമൽ സിറപ്പ് കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 1/4 കപ്പ് എടുത്താൽ മതിയല്ലോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പറഞ്ഞ ഓർമ്മയുണ്ടോ? ഷുഗർ പൗഡർ ആണെങ്കിൽ 1/2 കപ്പ് ക്യാരമൽ സിറപ്പ് ആഡ് ചെയ്യുമ്പം, ഈ ക്യാരമൽ സിറപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1 കപ്പ് ഷുഗർ പൗഡർ. മനസ്സിലായി? ഇതിപ്പോൾ ക്രിസ്റ്റൽ ഷുഗർ ആയത് കാരണമാണ് ഞാൻ 1/4 കപ്പ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? നിങ്ങളോർക്ക് ഞാൻ ചെയ്യുന്ന ഒരു വിധം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വിധമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. പറഞ്ഞേക്കണത് ആരൊക്കെ ഉറങ്ങണുണ്ടോന്ന് അറിയാനാ. തീരെ ചെറിയ ഇതൊക്കെ എടുക്കുവാണെങ്കിൽ 3 എടുക്കണം കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ടീസ്പൂണാട്ടോ. ടീസ്പൂൺ ആയതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കൂടി കൂടാതെ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തത്?
പഴം ഇതിനെന്താ പറഞ്ഞത് ഇതൊക്കെ അടിയൊക്കെ പറ എന്താ അടുത്ത് അടിയേണ്ടതെന്ന് പറ എന്താ മിണ്ടാതിരിക്കണത് അടുത്തെന്താ അടിയേണ്ടത് എന്താ അടിയേണ്ടത് പറ മൈദയോ ഉള്ളിഞ്ഞേ എന്താ അടുത്ത് അടിയേണ്ടത് ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്ന ആളുകൾ കാരമൽ സിറപ്പ് മൈദ പറഞ്ഞ സിൻസി മൈദ അവിടെ ഇരിക്കുന്നില്ല ആരാ ആ കപ്പ് നമ്മൾ കപ്പ് എന്താ വേണ്ടേ കൊക്കോ പൗഡർ കാൽ കപ്പ് കൊക്കോ പൗഡർ സ്പൂണ് നമുക്ക് കുറച്ച് വലിയ സ്പൂണാണ് അപ്പോൾ ഈ തീയിലെടുക്കുന്ന സ്പൂണുകളിൽ നമ്മുടെ മറ്റേ സ്പൂൺ അപേക്ഷിച്ചിട്ട് കുറച്ച് വലുതാണ് മതി ഈ സ്പൂൺ നനഞ്ഞിരുന്നാണ് ഞാൻ കൊടുക്കാൻ പറ്റും സ്റ്റീലിൻ്റെ സ്പൂൺ മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കിയ അളവ് എടുക്കാവുള്ളൂ ഈ സാധനം എടുക്കണേക്കാളും കുറച്ച് എടുക്കണം മറ്റേ സ്പൂണിൽ എടുക്കണേക്കാളും അല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര കുത്തൽ വരും കേട്ടോ
ഈ ഒരു പരുവത്തിനായിരിക്കണം നമ്മുടെ ബാറ്റർ. ഇങ്ങനെ നമ്മൾ എടുക്കാതെ ഒരു ഇതിൽ തന്നെ ഉണ്ടാകും. ഇതിനകത്തേക്ക് നിങ്ങൾ ജ്യൂസിന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എടുക്കുമല്ലോ. നിങ്ങൾ എടുക്കണതിന് കുറച്ച് മുമ്പായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആകണം. ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് മൈദപ്പൊടി തൂക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലേ പെട്ടെന്ന് അടി പോയി കിടക്കാനുള്ള ചാൻസ് ഉണ്ടോ. കാരണം നമ്മൾ അന്ന് ഒരു ദിവസം തന്നെയല്ലേ അത് സോക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതാ നമ്മുടെ ബാറ്റർ ഇത് കണ്ടോ കണ്ടോ കണ്ടോ. കാര്യം മറന്നു. ഞാനിത് ശ്രദ്ധിച്ചായിരുന്നോ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നു പോയി കാര്യം ചേർക്കാൻ പറഞ്ഞു. കാരണം നമ്മളതിനെ നിങ്ങൾ കുഴപ്പമില്ല. ഒരു കാര്യം ഞാനിതിൽ ചേർക്കാൻ മറന്നുപോയി. പറയൂ, വേഗം പറഞ്ഞോ. സോൾട്ടോ? നോ, സോൾട്ടൊക്കെ ഞാൻ ചേർത്തായിരുന്നു. എവിടെ കണ്ടോണ്ടിരുന്നത്? പട്ടാ ഗ്രാമ്പൂ. ശ്രദ്ധിച്ചിരുന്നേ. അതന്നെ, പട്ടാ ഗ്രാമ്പൂ മിക്സ് ഞാൻ ചേർക്കാൻ മറന്നുപോയി. സാരല്ല, എന്തായാലും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ. സോക്ക് ചെയ്തപ്പോൾ ചേർത്തോണ്ട് ശരിയില്ല. പിന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല കേട്ടോ. സ്പൈസസ് അത് തന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ അതൊക്കെ ചേർത്തേ കൊടുക്കാവുള്ളൂ. അപ്പോഴേ അതിൻ്റെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുള്ളൂ. മറന്നു കിട്ടാൻ ഇതിപ്പോൾ നമ്മൾ വേറെ ആർക്കും കൊടുക്കുന്നില്ലല്ലോ, അതിന് കുഴപ്പമില്ല. ഞാനതന്നെ എന്തോ ഒരു സംഭവം ഞാൻ വിട്ടുപോയല്ലോ എന്ന് നോക്കിയിരുന്നു. വെച്ചിട്ട് വരാം.
കേട്ടോ.